ഈ യാത്ര ഊട്ടിയിലേക്കുള്ളതാണ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നതാണ് ഈ ഒരു യാത്ര. എങ്ങോട്ടാ പോണ് തന്നെ? ഊട്ടിയിലേക്ക്. കാവ്യ എപ്പോഴാ നമ്മള് തീരുമാനിച്ചു പോവാന്? തീരുമാനിച്ചത് 6 മണിയോട് കൂട്ടിയിട്ടാണ് നമ്മൾ വൈകുന്നേരം കർമ്മ റൂട്ടിൽ വെറുതെ സൺസെറ്റ് കാണാൻ പോയപ്പോ ഇങ്ങനെ ചായ ചിന്തകളുണ്ടായി. അങ്ങനെ കിട്ടിയ ബസ്സെല്ലാം പിടിച്ചിട്ട് അവസാനം ഊട്ടിയിലെത്തി. രാവിലെ ഉറക്കം തെളിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നല്ല ചുറ്റും നല്ല കോട മഞ്ഞായിരുന്നു. ബസ്സിൻ്റെ അകത്തുനിന്ന് അത് കാണാൻ തന്നെ വേറൊരു വൈബായിരുന്നു. ഇവിടെയുള്ള കച്ചവടക്കാരെല്ലാം തന്നെ രാവിലെ തന്നെ ഭയങ്കര ബിസിയാണ്. പൂക്കച്ചവടമായിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും അതേപോലെ പച്ചക്കറി ആയിട്ടും. ഈ അമ്മച്ചി കുറേ നേരമായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ എന്നറിയാൻ. ഇടയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ മാറ്റി. കുറച്ച് ദൂരം ആ സിറ്റിയിലൂടെ അങ്ങനെ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്ന് കുറേ ദൂരം നടന്ന് എവിടേക്കോ എത്തി. കുറേ വീടുകളും കുറേ പൂക്കളും കുറേ ഓട്ടോക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലം. സാധാരണ എല്ലാവരും ഊട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ലേക്കിലെ ബോട്ടിങ്ങും അതേപോലെ ഫ്ലവർ ഗാർഡനും ഇതൊക്കെയാണ് കണ്ടുവരാറ്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് വെറൈറ്റി വേണം തോന്നി. അങ്ങനെ അവിടെയുള്ള ഗ്രാമത്തിലേക്ക് നടന്നിറങ്ങി. ചുറ്റും പച്ചപ്പും പൂക്കളും അതേപോലെ കുറേ വീടുകളുള്ള സ്ഥലം. ഊട്ടിയിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു നടത്തം ഇതാദ്യമായിട്ടാണ്. ഫ്ലവർ ഷോയിൽ പോലും കാണാൻ പറ്റാത്ത പൂക്കൾ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ തമിഴ്നാടിൻ്റെ സംസ്കാരം വിളിച്ചു പോകുന്ന ഇതേപോലത്തെ കുറേ അമ്പലങ്ങൾ മാത്രമല്ല പള്ളികളും ഉണ്ട്. തിരക്കിനിടയിൽ പള്ളിയുടെ പേര് നോക്കാൻ മറന്നു. ഇത് ഇവിടുത്തെ കുറച്ച് സ്കൂൾ കുട്ടികളാണ്. ഇങ്ങനെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഊട്ടി പോകുന്ന പലരും ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സംഭവമാണ് ഊട്ടി ടോയ് ട്രെയിൻ. നമ്മൾ സാധാരണ ട്രെയിൻ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ടോയ് ട്രെയിനും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അവിടെ എത്തി 4 ട്രെയിൻ ടിക്കറ്റ് അപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. പിന്നെ ട്രെയിനും വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. ധന്യയും കാവ്യയും മുന്നേ തന്നെ ഇതിൽ ഒരു വട്ടം കയറിയിട്ടതാണ്. ഞാനിത് ആദ്യമായിട്ടാണ്. മണിക്കൂറിൽ വെറും 10 കിലോമീറ്റർ വേഗതയാണ് ഈ ട്രെയിനുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രെയിനിൽ കയറുന്നതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അർമാദിച്ചു. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ലൗഡേയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ലൗഡേയിൽ സ്റ്റേഷനിലേക്ക് ഈ ട്രെയിനിൽ എത്തുന്നത് നോക്കിയിട്ട് ഒരുപാട് നേരം തലയെ പുറത്തേക്ക് ഇട്ടുകൊണ്ടിരുന്നു. ആ സ്റ്റേഷൻ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പണ്ട് പഴയ കുറേ മലയാളം തമിഴ് സിനിമകളിൽ കണ്ടിട്ടുള്ള ഊട്ടി റെയിൽവേ സ്റ്റേഷൻ അതായിരുന്നു മനസ്സിൽ ആദ്യം വന്നപ്പോൾ തോന്നിയത്. അങ്ങനെ പതുക്കെ അരിച്ചരിച്ച് അവസാനം ലൗഡേൽ സ്റ്റേഷനിലെത്തി. നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ളൊരു സ്റ്റേഷനാണ് ലൗഡേൽ സ്റ്റേഷൻ. ഇവിടെ തന്നെ ഇരിക്കാൻ കുറേ ബെഞ്ചും സ്റ്റൂളും ഒക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം. എവിടെ ക്യാമറ വെച്ചാലും നല്ല ഫ്രെയിം കിട്ടും. ഇവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ കുറേ നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് ലൗഡേയിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ലോക്കൽ ബസ്സും പിടിച്ചിട്ട് നേരെ ഊട്ടി ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. ഞങ്ങൾ മിക്കവാറും എവിടെ പോയാലും അവിടെയുള്ള ലോക്കൽ ബസ്സും ഷെയർ ഓട്ടോയും ഇതൊക്കെ തന്നെയാണ് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കൽ. ഇത്തവണ ഞാൻ പതിവ് തെറ്റിച്ചില്ല. പിന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അവസാനം വീട്ടിലേക്കുള്ള ബസ്സും പിടിച്ച് അങ്ങനെ യാത്രയായി. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ വെറുതെ ഒന്ന് ഊട്ടി പോയി വന്നു. ടോയ് ട്രെയിൻ കയറി.